Good morning, dear students. In the last classes, we have discussed the format of a profit and loss account and balance sheet of a company. Now we are going to prepare the profit and loss account and balance sheet of a company using a question. Okay, first of all, I shall read the question. Tyson Limited, with an authorized capital of rupees 10 lakhs in equity shares of rupees 10 each, issued 80,000 shares. So the authorized capital is rupees 10 lakh shares of rupees 10 each. That means 1 lakh shares of rupees 10 each. But it issued only 80,000 shares. So 80,000 into 10 is equal to 8 lakh. That is the issued capital. And the trial balance as on 31st March 2017 is given. Let us read the items. Okay. First item is equity share capital 8 lakhs. Calls in arrears 10,000. Securities premium 1 lakh. 8% debentures 3 lakh. Sales 3 lakh 80,000. Stock on 1st April 2016 42,000. That is opening stock. Plant and machinery 3 lakhs. Purchases 1 lakh 60,000. Wages 8,000. Depreciation on furniture 2,000. Salary 18,000. Office expenses 6,000. Commission 12,000. So commission, the amount is given in the credit column. That means commission received. Income. Okay. Sundry debtors 8,000. Sundry creditors 18,000. Bills payable 12,000. Furniture 1 lakh. Cash at bank 30,000. Cash in hand 10,000. Preliminary expenses 56,000. 10% investment 3 lakh. Goodwill 6 lakhs. Profit and loss account 1/4/2016. That means the last year's balance 1 lakh. Total of the trial balance is 17,22,000. ഇത്രയാണ് ട്രയൽ ബാലൻസിലുള്ള ഐറ്റംസ്. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഫോർമാറ്റ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരു ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. അപ്പം അതിനു മുമ്പ് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂടെയുണ്ട്. അതുകൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈസ് സ്റ്റോക്ക് ഓൺ 31st March 2017 12,000. ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 30,000. നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ മേലെ 30,000 റുപ്പീസ് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യാനുണ്ട്. ഇനിയും അക്രൂഡ് ആണ്, നമ്മുടെ ഇൻകാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അക്രൂഡ് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ അക്രൂഡ് ഇൻട്രസ്റ്റ് അസറ്റ് എന്നുള്ള രീതിയിൽ അവിടെയും കാണിക്കണം. സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. ഈ വർഷത്തെ സാലറി ഡ്യൂ ആണ് 6,000. സോ അത് നമ്മുടെ ഈ വർഷത്തെ സാലറിയുടെ കൂടെ ആഡ് ചെയ്യണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ബാലൻസ് ഷീറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് ആയതുകൊണ്ട് തന്നെ ലാബിലിറ്റി ആയിട്ട് കാണിക്കുകയും വേണം. 1/10 ഓഫ് ദി പ്രിലിമിനറി എക്സ്പെൻസസ് ടു ബി റിട്ടൺ ഓഫ്. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ 56,000 പ്രിലിമിനറി എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. അതിൻ്റെ 1/10 ഈ വർഷം റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഈ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. 1/10 ബാലൻസ് ഷീറ്റ് കാണിക്കുമ്പോൾ ആ 56,000-ൽ നിന്നും ഈ പറഞ്ഞിരിക്കുന്ന 1/10 ലെസ് ചെയ്തിട്ട് ബാക്കി മാത്രമേ ബാലൻസ് ഷീറ്റിൽ കാണിക്കാൻ പാടുള്ളൂ. ട്രാൻസ്ഫർ 30,000 ടു ജനറൽ റിസർവ്. ഈ വർഷം കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നും ഒരു 30,000 രൂപ ജനറൽ റിസർവിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഡയറക്ടേഴ്സ് റെക്കമെൻഡ് ഡിവിഡൻഡ് ഓഫ് 10% ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. അപ്പോൾ 10 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് അവരുടെ 10% ഡിവിഡൻ്റ് ആയിട്ട് പ്രോഫിറ്റ്
കൊടുക്കണം. 10%. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ 10% ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പ്രൊവൈഡ് ഫോർ ടാക്സേഷൻ 35,000. അപ്പോൾ ഈ വർഷം ടാക്സേഷൻ പർപ്പസിന് വേണ്ടി 35,000 rupees പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. പ്രൊവൈഡ് ഫോർ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഫോർ 1 year. നമുക്ക് ഡിബഞ്ചേഴ്സ് തന്നിട്ടുണ്ട്. ഡിബഞ്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് 1 വർഷത്തേക്ക് ഉള്ളത് മാറ്റിവെക്കണം. പ്രൊവൈഡ് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് 20%. കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ആയിട്ട് നമ്മൾ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമല്ലോ, ആ ഡിവിഡൻറ്റിൻ്റെ 20% കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ആക്കിയിട്ട് മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട്സ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം നോക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിലേക്ക് പോകാം. ആദ്യം നിങ്ങൾക്കറിയാവുന്നതാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ സെയിൽസ് ആണ് അതിൽ കാണിക്കുന്നത്. 3,80,000. 3,80,000 ആണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ വരുന്നത്. അതർ ഇൻകം, നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ അതർ ഇൻകംസ് ആയിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അത് നോട്ട് 1 എന്നുള്ള രീതിയിൽ അവിടെ കാണിച്ചിട്ടുണ്ട്. നോട്ട് 1 നമുക്കൊന്ന് പരിശോധിച്ചിട്ട് തിരിച്ച് വരാം. അതർ ഇൻകം നോട്ട് 1 കമ്മീഷൻ കിട്ടിയിട്ടുണ്ട് ഒരു 12,000 രൂപ. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് അക്രൂഡ്, ഇത് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിരിക്കുന്ന ഫിഗറാണ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അക്രൂഡ് എന്ന് പറഞ്ഞിട്ട് 30,000 ഉണ്ട്. അങ്ങനെ 2 അതർ ഇൻകംസ് ആണുള്ളത്. 12,000 പ്ലസ് 30,000 ടോട്ടൽ 42,000. ബാക്കി നോട്ടും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. സെക്കൻഡ് നോട്ട് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് ആണ്. എംപ്ലോയീസിന് എന്തൊക്കെയാണോ കൊടുക്കുന്നത് അതൊക്കെ. സാലറി ഉണ്ട്, 18,000 രൂപയാണ് പെയ്ഡ്. ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, അത് ആഡ് ചെയ്യണം 6,000. സോ ടോട്ടൽ സാലറി 24,000. ഈ വർഷം വേജസ് കൊടുത്തിട്ടുണ്ട് ഒരു 8,000 rupees. അപ്പം അങ്ങനെ ടോട്ടൽ 32,000 ആണ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്. ഈ 32,000 ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുക. അടുത്ത നോട്ട് ഫിനാൻസ് കോസ്റ്റ് ആണ്. അതിൽ വരുന്നത് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ആണ്. അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട്, ഡിബഞ്ചേഴ്സിന് 1 ഇയറിലേക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ 3 lakh ആണ് ഡിബഞ്ചറിൻ്റെ വാല്യൂ. ഇത് ട്രയൽ ബാലൻസിലുണ്ട്. 8% ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ 3 lakh into 8% is equal to 24,000 ആണ് ഫിനാൻസ് കോസ്റ്റ്. അതർ എക്സ്പെൻസസ് ഉണ്ട്. അതിൽ വരുന്നത് ഓഫീസ് എക്സ്പെൻസസ് ഉണ്ട് 6,000. ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. പ്രിലിമിനറി എക്സ്പെൻസസ് മൊത്തമുള്ള 56,000-ൻ്റെ 1/10 റൈറ്റ് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അതർ എക്സ്പെൻസസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. സോ 56,000 into 1/10 is equal to 5,600. So total of the other expenses will be 11,600. Okay, so these are the notes required for preparation of profit and loss account. Now we again come to the profit and loss account. First item, revenue from operation, that is sales 3,80,000. Other income, as per the note 1, the total of other income will be 42,000. So total revenue equal to 4,22,000. Then next item is expenses. First item, purchases given in the question 1,60,000. Changes in inventories of. So opening stock is 42,000, closing stock is 12,000. So the difference will be 30,000. So it's a positive value. 42,000 minus 12,000 is equal to 30,000. Employee benefit expenses. We have prepared one note. Note number 2. Total of the note is 32,000. Finance cost. We have already prepared a note. Note number 3. 24,000. Depreciation on furniture. Only one depreciation is given in the trial balance. Depreciation on furniture amount is 2,000. Other expenses as per note number 4, 11,600. So total expenses will be 2,59,600.
2,59,600. Then we can calculate profit before tax, total revenue minus total expenses. So you will get 1,62,400 profit before tax. Then we can deduct tax expenses, provision for taxation, 35,000. It is given in the adjustment 35,000. So after deducting the tax, we will get 1,27,400. That is profit after tax. Profit after tax. Now we can calculate EPS, earnings per share. Total profit is 1,27,000 divided by number of equity shares, that is 80,000. So the answer will be 15.9. EPS is 15.9. Okay, now we can go to the preparation of balance sheets. This is the format of balance sheet. First asset side, first one, non-current assets, that means fixed assets. So the first item is property, plant and machinery. Property, plant and machinery. So we have prepared one note number 5. As per the note number 5, the total is 4 lakh. I think it is better to go to the notes, then we can come back to the balance sheet. First note is property, plant and machinery. Plant and machinery 3 lakh, furniture 1 lakh, total 4 lakh. Cash and cash equivalents. Cash at bank is 10,000. Cash in hand is 30,000. Total 40,000. Then liability side, ninth note is equity share capital. So it is given in the question, authorized capital 1 lakh equity shares of 10 each, that is 10 lakhs. Issued and subscribed capital 80,000 equity shares of 10 each, so 8 lakhs. Called up capital, again 80,000 equity shares of 10 each, again 8 lakhs. So you can calculate paid up capital. Okay, so from the called up capital you deduct calls in arrears 10,000. So the paid up capital will be 7,90,000. 7,90,000 is the paid up capital of the company. Okay. The next note is other equity, that is reserves and surplus. Reserves and surplus. First item, reserves. Securities premium. It is given in the question. 1 lakh rupees is the security premium. Okay. General reserve. General reserve. നമുക്ക് ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഈ വർഷത്തെ പ്രോഫിറ്റിൽ നിന്നും 30,000 റുപ്പീസ് ജനറൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ രണ്ട് കാര്യങ്ങളും കൂടെ ചേർത്താൽ 1,30,000 ആണ് റിസർവ് ഉണ്ടാവുക. ഇനി ഈ വർഷത്തെ സർപ്ലസ് ആണ്. സർപ്ലസ് ബാലൻസ് ഷീറ്റ് പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓൺ 31st March 2016 1 lakh rupees ആണ് നമ്മുടെ പ്രോഫിറ്റ് ഓർ സർപ്ലസ്. പ്രോഫിറ്റ് ഓർ സർപ്ലസ്. അതിൻ്റെ കൂടെ ആഡ് സർപ്ലസ് ഓഫ് കറണ്ട് ഇയർ. ഈ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് 1,27,000 ആണ്. സോ ടോട്ടൽ വിൽ ബി 2,27,400. ഇനി ഈ സർപ്ലസിൽ നിന്ന് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സുകൾ ലെസ് ചെയ്യാനുണ്ട്. ഈ വർഷത്തെ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ലെസ് ട്രാൻസ്ഫർ ടു റിസർവ്. 30,000 30,000 രൂപ ഈ പ്രോഫിറ്റിൽ നിന്നാണ് റിസർവിലോട്ട് മാറ്റിയത്. പിന്നെ ലെസ് ചെയ്യേണ്ടത് പ്രൊപ്പോസ്ഡ് ഡിവിഡൻ്റ് ആണ്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻ്റ് ആണ്. നമ്മളുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്രൊപ്പോസ്ഡ് ഡിവിഡൻ്റ് 7,90,000 രൂപയാണ് നമ്മുടെ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ആ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ
10% ഡിവിഡൻഡ്. സോ 7,90,000 ഇൻറ്റു 10%, 79,000 ആണ് ഈ വർഷത്തെ ഡിവിഡൻഡ്. ഇനി ആ ഡിവിഡൻഡിന് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ചാർജ് ചെയ്യുന്നുണ്ട്, അത് 20% ആണ്. അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ട്. സോ 79,000 ഇൻറ്റു 20% ഈസ് ഈക്വൽ ടു 15,800. സോ ടോട്ടൽ ഡിഡക്ഷൻസ് 1,24,800. അപ്പോൾ നമ്മുടെ 2,27,400 രൂപയെ സർപ്ലസിൽ നിന്ന് 1,24,700 രൂപ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 1,02,600. സോ റിസർവ്സും സർപ്ലസും കൂടെ ചേർന്ന് 2,32,600 ആണ് ബാലൻസ് ഷീറ്റിൽ അതർ ഇക്വിറ്റി എന്നുള്ള ഹെഡിൽ കാണിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് നോട്ടീസ് ബോറോയിങ്സ് ഓർ ലോങ് ടേം ലോൺ. അതിൽ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. ഒന്ന് 8% ഡിബഞ്ചേഴ്സ്. 8% ഡിബഞ്ചേഴ്സ് ട്രയൽ ബാലൻസ് നോക്കിയാൽ കാണാൻ പറ്റും 3 lakh ആണ്. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് പറയുന്നു 1 വർഷത്തേക്കുള്ള ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്രൂഡ് ആണ്. സോ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്രൂഡ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 24,000. സോ ടോട്ടൽ 3,24,000. ദെൻ ട്രേഡ് പേയബിൾസ് ആണ്. അപ്പം നമുക്ക് രണ്ടെണ്ണാണുള്ളത്. സൺട്രി ക്രെഡിറ്റേഴ്സ് 18,000 ബിൽസ് പേയബിൾ 12,000, രണ്ടും കൂടെ ചേർത്ത് 30,000. അതർ കറണ്ട് ലയബിലിറ്റീസ് നമുക്കൊരു ഐറ്റം ആണുള്ളത്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, ഒരു 6,000 രൂപ. അതർ കറണ്ട് ലയബിലിറ്റീസ്, സാലറി ഔട്ട്സ്റ്റാൻഡിങ് 6,000. ഷോർട്ട് ടേം പ്രൊവിഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് ഉണ്ട്. നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിവിഡൻഡ് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് 79,000 ആണ്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഉണ്ട് 35,000 ആണ്. കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഉണ്ട് 15,800 ആണ്. 15,800 ആണ്. ഒക്കെ ചേർത്ത് 1,29,800 ആണ് ഷോർട്ട് ടേം പ്രൊവിഷൻസ് എന്നുള്ള ഹെഡിൽ നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റിലോട്ട് വരാം. അപ്പോൾ ഇതാണ് ബാലൻസ് ഷീറ്റ്. ആദ്യം അസറ്റ് സൈഡിൽ നോൺ കറണ്ട് അസറ്റ്സിൽ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് മെഷീനറി, അത് നമ്മൾ നോട്ട് തയ്യാറാക്കിയിട്ട് അതിലുണ്ട് 4 lakh rupees ആണ്. രണ്ടാമത് ഗുഡ് ആണ്. ഗുഡ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 6 lakhs. 3 ഫൈനാൻഷ്യൽ അസറ്റ്സ് ആണ്. ആറാമത്തെ നോട്ടിലുണ്ട് 3 lakh ആണ്. അതർ നോൺ കറണ്ട് അസറ്റ്സ് ഏഴാമത്തെ നോട്ട് പ്രകാരം 50,400. രണ്ടാമത്തെ ഹെഡ് കറണ്ട് അസറ്റ്സ്, അതിൽ 1 ഇൻവെന്ററീസ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് 12,000 ആണ്. സെക്കൻഡ് വൺ ഫൈനാൻഷ്യൽ അസറ്റ്സ്, അതിൽ ട്രേഡ് റിസീവബിൾസ് ആണ്. ട്രേഡ് റിസീവബിൾസ് അത് 80,000 rupees ആണ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് അത് 40,000 rupees ആണ്. പിന്നെ അടുത്തത് അതർ കറണ്ട് അസറ്റ്സ്. അതർ കറണ്ട് അസറ്റ്സ് 30,000 രൂപയാണ്. ഇതിനൊക്കെ നമ്മൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ നോട്ട്സിൻ്റെ ടോട്ടലാണ് ഇവിടത്തേക്ക് എടുക്കേണ്ടത്. അങ്ങനെ ടോട്ടൽ അസറ്റ്സ് 15,12,400 രൂപയാണ്. ഇതാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ്. ദെൻ വി ആർ ഗോയിങ് ടു ദി liability side of the balance sheet. First item, equity and liabilities. First one, equity. A, equity share capital. 7,90,000 is the paid up capital of the company. Okay. Other equity, that is reserves and surplus. We have prepared one note number 10. As per the note number 10, the total reserves and surplus will be 2,32,600. And next item, liabilities, non-current liabilities. First one, financial liabilities. First, borrowings. As per note 11, the borrowings will be 3,24,000. The next one is current liabilities. A,
Financial liabilities. Trade payables. As per note number 12, trade payables will be rupees 6,000. Second item, other current liabilities. Then provisions. Provisions as per note number 14, 1,29,800. Then you take the total of the column. Total equity and liabilities will be 15,12,400. Okay. ഇതാണ് ഈ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്. ഇപ്പോൾ ഈ നോട്ട്സും പിന്നെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ നോക്കി നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, താങ്ക് യു.